ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കാഞ്ഞൂർ പള്ളിയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കാര്യങ്ങൾ വായ്മൊഴിയായി പറഞ്ഞു വരുന്നുണ്ട്. അവയിൽ ചരിത്രത്തിൻ്റെയും അനുഭവങ്ങളുടെയും ഐതിഹ്യങ്ങളുടെയും കലർപ്പുകളുണ്ട്. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ രൂപവുമായി ബന്ധപ്പെട്ട ഐതിഹ്യത്തെ നോക്കാം. ഇറ്റലിയിലെ മിലാനിൽ നിന്നും പോർച്ചുഗീസ് മിഷണറിമാരാണ് കാഞ്ഞൂരിലെ പുണ്യവാൻ്റെ രൂപം ഇവിടെ കൊണ്ടുവന്നത്. കാഞ്ഞൂർ, അർത്തുങ്കൽ, അതിരമ്പുഴ എന്നീ ദേവാലയങ്ങളിലേക്കുള്ള രൂപങ്ങൾ പ്രത്യേകം പ്രാർത്ഥിച്ചൊരുങ്ങി ഉണ്ടാക്കിയതാണ്. 3 രൂപങ്ങളും ഒരുമിച്ചാണ് ഇറ്റലിയിൽ നിന്നും കപ്പൽ മാർഗം കൊണ്ടുവന്നത്. ഇതിലേതാണ് കാഞ്ഞൂരിലേക്കുള്ളത് എന്ന സംശയം മിഷണറിമാർക്ക് വന്നപ്പോൾ അത് തിരിച്ചറിയുവാൻ വേണ്ടി കപ്പലിൽ വെച്ച് തന്നെ പ്രാർത്ഥിച്ചപ്പോൾ ഒരു രൂപം കാഞ്ഞൂരിൻ്റെ ദിശയായ വടക്ക് കിഴക്കായി സ്വയം തിരിഞ്ഞു. അതോടെ ആ രൂപത്തെ ആഘോഷപൂർവ്വം കാഞ്ഞൂരിലേക്ക് കൊണ്ടുവന്നു എന്നാണ് ഐതിഹ്യം. കാഞ്ഞൂരിനെ സ്വയം തിരഞ്ഞെടുത്ത രൂപമായതിനാൽ ജാതിമത ഭേദമന്യേ എല്ലാവരും ഈ രൂപത്തോട് ആദരവ് പ്രകടിപ്പിക്കാൻ തുടങ്ങിയത്രേ. ആനവിളക്കിൻ്റെ ഐതിഹ്യങ്ങൾ നോക്കാം. കാഞ്ഞൂർ പള്ളിയിൽ വളരെ വിശേഷപ്പെട്ട ഒരു ആനവിളക്ക് കാണാം. തുടൽ വിളക്കിൻ്റെ തട്ടിൽ ആന, ആനപ്പുറത്ത് പൂണൂൽ ധരിച്ച പൂജാരികൾ എന്നിങ്ങനെയാണ് ആനവിളക്ക്. തിരുനാൾ ദിവസങ്ങളിൽ ഈ വിളക്കിൽ എണ്ണയൊഴിച്ച് തിരികൊളുത്തി ഭക്തജനങ്ങളുടെ ദർശനത്തിനായി തൂക്കിയിടുന്നു. വിശ്വാസികൾ എണ്ണ തൊട്ട് രോഗശാന്തിക്കായി നെറുകയിൽ തേക്കുന്നു. ഈ വിളക്ക് പള്ളിക്ക് എങ്ങനെ, എവിടെ നിന്ന് കിട്ടി എന്നൊരു ചോദ്യമുണ്ട്. ശക്തൻ തമ്പുരാൻ പള്ളിയിൽ നിന്നും അരമൈൽ അകലെയുള്ള കോവിലകത്ത് ഒരിക്കൽ എഴുന്നള്ളിയിരിക്കുകയായിരുന്നു. അന്ന് പള്ളിയിൽ പെരുന്നാളിൻ്റെ സമയമായിരുന്നു. ഇടമുറിയാതെയുള്ള കഥനാവെടിയുടെ ശബ്ദം കേട്ട് അന്തരീക്ഷമാകെ മുഖരിതമായി. ഇത് അസഹ്യമായി തോന്നിയ തമ്പുരാൻ കഥനകളെല്ലാം വാരി പുഴയിലെറിയുവാൻ കൽപ്പന കൊടുത്തു. സേവകർ കൽപ്പന നിറവേറ്റുകയും ചെയ്തു. എന്നാൽ പ്രദക്ഷിണം ആരംഭിക്കേണ്ട സമയമായപ്പോൾ വെള്ളത്തിൽ കിടന്ന് കഥനകൾ പൊട്ടാൻ തുടങ്ങിയെന്നാണ് ഐതിഹ്യം. ഈ അത്ഭുത സംഭവം അറിഞ്ഞ തമ്പുരാൻ പുണ്യവാന് കാഴ്ച കൊടുത്തതാണ് ആനവിളക്ക് എന്ന് പറയപ്പെടുന്നു. മറ്റൊരു ഐതിഹ്യം ഇപ്രകാരമാണ്. പള്ളിയുടെ കിഴക്ക് വശത്തും പടിഞ്ഞാറ് വശത്തും 2 പടിപ്പുരകൾ ഉണ്ടായിരുന്നു. ശക്തൻ തമ്പുരാൻ അതുവഴി എഴുന്നള്ളിയപ്പോൾ വടക്കേ പടിപ്പുരയിൽ നിന്ന് ആരോ തിരുവുള്ളക്കേടുണ്ടാക്കി. കോപിഷ്ഠനായ രാജാവ് പടിപ്പുര പൊളിച്ചു കളയുവാൻ കൽപ്പന കൊടുത്തു. പള്ളിയുടെ പടിപ്പുര പൊളിച്ച സമയത്ത് കോവിലകത്തിൻ്റെ പടിപ്പുര അവിടുത്തെ ആന തകർത്ത് കളഞ്ഞു. ഇത് കണ്ട് തമ്പുരാൻ കരപ്രമാണിയും കമ്പോളം തലവനുമായ കാഞ്ഞൂർ തരകനെ വിളിച്ചു വരുത്തി വിവരമാരാഞ്ഞു. കാഞ്ഞൂരിലെ സെബസ്ത്യാനോസ് അത്ഭുതശക്തിയുള്ള ദിവ്യനാണെന്നും അവിടുത്തെ പണിയാണ് ഇതെന്നും തരകൻ തമ്പുരാനെ ഉണർത്തിച്ചു. ഈ കോപത്തിൽ നിന്ന് രക്ഷ നേടുവാനായി തമ്പുരാൻ പള്ളിക്ക് ദാനം ചെയ്തതാണ് ഈ ആനവിളക്ക് എന്നും പറയപ്പെടുന്നുണ്ട്. കൂടാതെ പള്ളിയിരിക്കുന്ന സ്ഥലം കരമൊഴിവായി കൽപ്പിച്ച് അനുവദിക്കുകയും ചെയ്തു. ടിപ്പുവിൻ്റെ പിന്മാറ്റ കഥ നോക്കാം. ടിപ്പു സുൽത്താൻ പടയോട്ട സമയത്ത് അദ്ദേഹം കീഴടക്കിയ പ്രദേശങ്ങളിലെ പള്ളികളും അമ്പലങ്ങളും തകർത്തിരുന്നു. 1790 ടിപ്പു സുൽത്താൻ കാഞ്ഞൂർ പള്ളി ആക്രമിക്കുവാൻ പടയുമായി എത്തി. ടിപ്പു സുൽത്താൻ്റെ പടയോട്ടകാലത്ത് കാഞ്ഞൂർ പള്ളി ആക്രമിക്കാൻ പടവാൾ ഉയർത്തിയ സുൽത്താൻ പുണ്യവാൻ്റെ അത്ഭുതശക്തിയെക്കുറിച്ച് വിശ്വാസികൾ ശക്തമായി പറയുന്നത് കേട്ടു. നിങ്ങളുടെ പുണ്യവാൻ ശക്തമാണെങ്കിൽ വിളി കേൾപ്പിക്കൂ എന്ന് സുൽത്താൻ ആവശ്യപ്പെട്ടു. മാത്രവുമല്ല, ഇവിടെയുള്ളത് ഒരു ജീവനില്ലാത്ത പ്രതിമ മാത്രമാണെന്നും അതിന് ശക്തിയുണ്ടെങ്കിൽ തന്നോട് സംസാരിക്കട്ടെ എന്നും സുൽത്താൻ ആക്ഷേപിച്ച് അലറി വിളിച്ചു. അപമാനിതരും ഭയചകിതരുമായ വിശ്വാസികൾ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം കമിഴ്ന്നു വീണ് കൂട്ടനിലവിളിയോടെ അപേക്ഷിച്ചു. വിളിച്ചാൽ വിളി കേൾക്കുന്ന കാഞ്ഞൂരിലെ സെബസ്ത്യാനോസ് പുണ്യവാൻ ജനത്തിൻ്റെ വിളി കേൾക്കുകയും സുൽത്താനോട് ശബ്ദമുയർത്തി എനിക്കിവിടെ സ്വസ്ഥമായി ഇരുന്നുകൂടെ എന്ന് ചോദിക്കുകയും ചെയ്തു അത്രേ. അത് കണ്ട് അത്ഭുതപ്പെട്ട് സുൽത്താൻ പള്ളി ആക്രമിക്കാതെ പോയി എന്നുമാണ് ഐതിഹ്യത്തിൽ പറയുന്നത്. വെളിച്ചപ്പാടിൻ്റെ വെളിപ്പെടുത്തലിൻ്റെ ഐതിഹ്യം നോക്കാം. കൊച്ചി രാജാവ് ചില പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കെ കാഞ്ഞൂരിലെ കോവിലകത്ത് പരിഹാരക്രിയകൾക്കായി ശ്രമിച്ചപ്പോൾ വെളിച്ചപ്പാട് തുള്ളിക്കൊണ്ട് കാഞ്ഞൂർ പുണ്യവാൻ്റെ കോപമുണ്ട് എന്ന് പറഞ്ഞു. ഇത് അംഗീകരിക്കാൻ രാജാവിന് സാധിച്ചില്ല. എന്നാൽ വെളിച്ചപ്പാട് തുള്ളിപ്പറഞ്ഞതിൽ സത്യമുണ്ടാകുമെന്ന് കൂടെയുണ്ടായിരുന്നവർ ഉണർത്തിച്ചപ്പോൾ പുണ്യവാന് തന്നോട് കോപമുണ്ടാകേണ്ടതില്ലെന്നും അങ്ങനെയുണ്ടെങ്കിൽ അത് പുണ്യവാൻ കേൾപ്പിക്കട്ടെ എന്നും തമ്പുരാൻ പറഞ്ഞു. തമ്പുരാൻ പറഞ്ഞ കാര്യങ്ങൾ തമ്പുരാൻ്റെ ആൾക്കാരിൽ ചിലർ പള്ളിയിൽ വന്ന് പറഞ്ഞു. ഇക്കാര്യം അറിഞ്ഞ പള്ളി അധികാരികൾ, പ്രത്യേകിച്ച് അന്നത്തെ കപ്യാർ, തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. തമ്പുരാൻ്റെ ആളുകൾ നിൽക്കുമ്പോൾ കപ്യാർ വിളിക്കുകയും പുണ്യവാളൻ വിളി കേൾക്കുകയും ചെയ്തു. അതോടെ വെളിച്ചപ്പാടിൻ്റെ വെളിപ്പെടുത്തൽ തമ്പുരാൻ അംഗീകരിച്ചു എന്നും ഒരു ഐതിഹ്യമുണ്ട്. കർത്താക്കന്മാരുടെ അവധി അനുവാദത്തിൻ്റെ ഐതിഹ്യം നോക്കാം.
പുണ്യവാൻ്റെ തിരുനാൾ ദിനത്തിൽ നാടുവാഴികളായ കർത്താക്കന്മാർക്ക് പുല്ലുവെട്ടുവാൻ പോകാൻ അങ്ങാടി നിവാസികൾ വിസമ്മതം കാണിച്ചു. വിളിച്ചാൽ വിളി കേൾക്കുന്ന പുണ്യവാൻ്റെ തിരുനാൾ ദിവസം തങ്ങൾ പണിക്ക് പോകില്ലെന്ന് അവർ ശഠിച്ചു. പണിക്ക് ചെന്നില്ലെങ്കിൽ ഉണ്ടാകാനിരിക്കുന്ന പ്രത്യാഘാതങ്ങളെപ്പറ്റി കർത്താക്കന്മാർ പറഞ്ഞു. എന്നിട്ടും അങ്ങാടി നിവാസികൾ മടി കാണിച്ചപ്പോൾ വിളിച്ചാൽ വിളി കേൾക്കുന്ന പുണ്യവാനാണെങ്കിൽ തങ്ങൾക്കും അത് കേൾക്കണമെന്നും അങ്ങനെ കേൾക്കാൻ സാധിച്ചാൽ തിരുനാളിൽ പങ്കെടുക്കുന്നതിന് ജോലിയിൽ നിന്നും അവധി നൽകാമെന്നും കർത്താക്കന്മാർ പറഞ്ഞു. ഇത് കേട്ട വിശ്വാസികൾ ഉള്ളുരുകി പുണ്യവാനെ വിളിച്ചപ്പോൾ വിളി കേട്ടെന്നും കർത്താക്കന്മാർ വിശ്വാസികൾക്ക് തിരുനാളിൽ പങ്കെടുക്കുന്നതിന് അവധി നൽകിയെന്നും ഒരു ഐതിഹ്യമുണ്ട്. അമ്പുകെട്ട കള്ളനെപ്പോലെ എന്ന ശൈലിക്ക് പിന്നിലുള്ള ഐതിഹ്യം. കാഞ്ഞൂർ ഭാഗത്ത് കേൾക്കാറുള്ള ഒരു ശൈലിയാണ് അമ്പുകെട്ട കള്ളനെപ്പോലെ എന്നത്. അതിനു പിന്നിലൊരു ഐതിഹ്യമുണ്ട്. കാഞ്ഞൂരിലെ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ അമ്പ് വിശ്വാസ മൂല്യം കൊണ്ടും സാമ്പത്തിക മൂല്യം കൊണ്ടും ഔന്നത്യമുള്ളതാണ്. അതിൻ്റെ സാമ്പത്തിക നേട്ടം ലക്ഷ്യം വെച്ച് ഒരിക്കൽ ഒരുത്തൻ പുണ്യവാൻ്റെ അമ്പ് മോഷ്ടിച്ച് കടന്നു കളഞ്ഞു. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും തളിപ്പാറ പാലം കടക്കുവാൻ അയാൾക്ക് സാധിച്ചില്ല. അവിടെ എത്തിയപ്പോൾ ദിശാബോധത്തിൽ ആശയക്കുഴപ്പമുണ്ടാവുകയും വളരെ ശ്രമിച്ചിട്ടും പാലം കടക്കുവാൻ കഴിയാതിരിക്കുകയും ചെയ്തു. തൻ്റെ കുറ്റകരമായ പ്രവൃത്തിയാണ് ഈ പ്രശ്നത്തിന് കാരണമെന്ന് മനസ്സിലാക്കിയ അയാൾ പശ്ചാത്തപിച്ച് തിരികെ വന്ന് അമ്പ് പള്ളി അധികാരികളെ ഏൽപ്പിക്കുകയും മാപ്പ് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ അയാൾക്ക് ദിശാബോധം തിരികെ ലഭിക്കുകയും തിരിച്ചു പോവുകയും ചെയ്തു. ഈ ഐതിഹ്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ജീവിതത്തിൽ ദിശാബോധം നഷ്ടപ്പെട്ടവരെയും പ്രത്യേക തൊഴിലുകളിൽ ഏർപ്പെടാതെ അലസരായി കഴിയുന്നവരെയും പൊതുവെ അമ്പുകെട്ട കള്ളനെ പോലെ നടക്കുന്നു എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. തിരുനാളിൽ വന്നെത്തുന്ന പരുന്തുകളുടെ ഐതിഹ്യം നോക്കാം. കാഞ്ഞൂർ തിരുനാളുമായി ബന്ധപ്പെട്ട മറ്റൊരു ഐതിഹ്യമാണ് തിരുനാളിനെത്തുന്ന പരുന്തുകൾ. ജനുവരി 20 ഉച്ചയ്ക്ക് 12 മണിക്ക് ഇറങ്ങുന്ന പ്രദക്ഷിണത്തിന് പുണ്യവാളനെ അകമ്പടി സേവിക്കാൻ എല്ലാ വർഷവും പരുന്തുകൾ മുടങ്ങാതെ എത്തുന്നു. പ്രദക്ഷിണ സമയം പരുന്തുകൾ വട്ടമിട്ട് പറക്കുന്നതും നട്ടുച്ചയ്ക്കും നക്ഷത്രങ്ങൾ തെളിഞ്ഞു കാണുന്നതും തീർത്ഥാടകരെ നിർവൃതിയിലാക്കിക്കുന്നു. ഈ പരുന്തുകൾ വരുന്നതിനും ഒരു ചരിത്രം പറയുന്നുണ്ട്. പരുന്തുകളെ വിശുദ്ധ സെബസ്ത്യാനോസിന് വളരെ ഇഷ്ടമായിരുന്നു അത്രേ. അദ്ദേഹത്തെ അമ്പ് എയ്തിട്ടും മരിക്കാതെ വന്നപ്പോൾ ഗത കൊണ്ട് തലയ്ക്കടിച്ചു കൊല്ലുകയാണുണ്ടായത്. കഴുകന്മാരും നരികളും ഉപദ്രവിക്കാതെ ആ ശരീരത്തിന് ചുറ്റും പരുന്തുകൾ കാവൽ നിന്നു. നട്ടുച്ചയ്ക്കും നക്ഷത്രങ്ങൾ മിന്നി എന്നുമാണ് പറയുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ സെബസ്ത്യാനോസ് മരിച്ച ജനുവരി 20 തിരുനാൾ കൊണ്ടാടുന്ന കാഞ്ഞൂർ പള്ളിയിലെ പുണ്യവാൻ്റെ തിരുസ്വരൂപം ഇറങ്ങുമ്പോൾ മുതൽ പരുന്തുകൾ ഒട്ടമിട്ട് പറക്കുന്നതും നക്ഷത്രങ്ങൾ തെളിയുന്നതെന്നും ഭക്തർ ഇപ്പോഴും വിശ്വസിക്കുന്നു. ഈ ഐതിഹ്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.